Good afternoon. Okay. എല്ലാവരൊക്കെ എത്തിയോ? 20 പേരുള്ള അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ എവിടെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്ററിന്റെ ഏകദേശം ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തി നിൽക്കുവാണ് അല്ലേ? അപ്പോ ഇന്നലെ നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞു? ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അല്ലേ? ജോബ് ഡിസ്ക്രിപ്ഷൻ, authority and the responsibility of purchasing department, then job description of purchasing manager, purchasing clerk or assistant അല്ലേ? ജോബ് ഡിസ്ക്രിപ്ഷൻ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്കോ അസിസ്റ്റന്റ്. ആ പോയിന്റ്സുകളാണ് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോ ഇന്ന് എടുക്കുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെറിയ ടോപ്പിക്കുകളാണ് വരുന്നത്. എല്ലാം തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെട്ടേക്കുന്നത് കേട്ടോ. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് സ്റ്റോക്ക് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ. ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്? എന്താണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്? നമുക്ക് ആ വരുന്ന സ്റ്റോക്ക് ഒരു മിനിമം ആക്കാൻ വേണ്ടി, അതല്ലേ നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അല്ലെ? എന്താണ് കൊച്ചു നോക്കി? വാട്ട്, വെൻ, ഹൗ മച്ച് ടു ഓർഡർ, ഹൗ മച്ച് ടു സ്റ്റോർ or to make purchasing and storing expense at a minimum is called inventory control. എന്താ പറഞ്ഞേക്കുന്നേ? എന്ത് നമുക്ക് എപ്പോ ഓർഡർ ചെയ്യണം, എത്രത്തോളം ഓർഡർ ചെയ്യണം, ഏതിനകത്ത് നമുക്ക് എന്ത് പർച്ചേസിങ് സ്റ്റോറിങ് എക്സ്പെൻസ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മിനിമം ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തോന്നിയ രീതിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ അല്ലെ? നമുക്ക് അതിനൊക്കെ ഒരു കറക്റ്റ് അളവുണ്ട്. നമുക്ക് എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് എന്താ ഒരു കൺട്രോളിൽ നിർത്തുകയാണ്. എന്തിനു വേണ്ടിയാണത്? സ്റ്റോറേജ് എക്സ്പെൻസ് മിനിമം ആക്കുന്നതിന് വേണ്ടി അല്ലെ? അതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ്? The what, when, how much to order, how much to store, or to meet the purchasing or storing expense at minimum is called the inventory control. Purchasing അല്ലെങ്കിൽ സ്റ്റോറിംഗ് എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. പർച്ചേസിംഗ് സ്റ്റോറിംഗ് എക്സ്പെൻസ് മിനിമം ആക്കുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റി, അതാണ് ഇൻവെന്ററി കൺട്രോൾ. It is a device of management. ഇതൊരു മാനേജ്മെന്റിന്റെ ഒരു പ്രവർത്തനമാണ്. എന്തിനാ? Which is used to sustain an economic investment in materials and products for the objectives of obtaining a maximum financial return. പരമാവധി നമുക്ക് സാമ്പത്തിക വരുമാനം ലഭിക്കുക, പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽസിന്റെയോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉൽപ്പന്നത്തിന്റെയൊക്കെ സാമ്പത്തിക നിക്ഷേപം, സസ്റ്റൈൻ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്, സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ കുഞ്ഞു സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഗോൾസ് എന്ന് പറയുന്നത്? ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോളിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ, എന്തിനു വേണ്ടിയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്? ടു പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഓപ്പറേഷൻസ്. എന്താ പറഞ്ഞേക്കുന്നേ? ടു പ്രൊവൈഡ് സപ്ലൈസ് അല്ലെ, നിരന്തരമായി എന്തിനു വേണ്ടിയിട്ടാ? നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമുള്ളപ്പോൾ ആ സാധനങ്ങള് സപ്ലൈസ് ലഭ്യമാക്കുക. Provide supplies available when needed to maintain constant operations. ആ ഒരു ഹോസ്പിറ്റലിലെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകള് എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കുക. To have a stock of goods when required through reduction or purchase. Reduction എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലെ. റിഡക്ഷൻ വഴിയോ അല്ലെങ്കിൽ പർച്ചേസ് വഴിയോ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് നമുക്ക് ഉണ്ടായിരിക്കണം.
ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. കണ്ടോ, സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് എന്ത് വേണം? ഇൻവെന്ററി കൺട്രോൾ, അതിൽ സ്റ്റോക്ക് കൺട്രോൾ വേണം അല്ലെ. നമുക്ക് അത് നോക്കി അറിയാലോ എത്രത്തോളം അവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്രത്തോളം സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു സ്റ്റോക്ക്, നല്ലൊരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. പിന്നെ റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. ഏറ്റവും സാധ്യമായ മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ലെവലില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക? ലഭ്യമാക്കുക. റീറ്റെയിൻ നിലനിർത്തുക അല്ലെങ്കിൽ ലഭ്യമാക്കുക. റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് മിനിമം ലെവൽ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഈ ഒരു സെക്ഷൻ ഒന്നും അത്ര അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്ത് നോക്കി, എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. സാധനങ്ങളുടെയും ഉൽപാദനത്തിനും വിതരണത്തിനും ഒക്കെ എന്ത് ചെയ്യുക? ഒരു കൺട്രോള്, ഒരു നിയന്ത്രണം സ്ഥാപിക്കുക. എന്തിലൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ഇൻവെന്ററി ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷനിലൊക്കെ ഒരു കൺട്രോൾ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി, ഇഫ് ദർ ഈസ് നോ ഇൻവെന്ററി കൺട്രോൾ. ഇനി ഇവിടെ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിലോ there will be no liability. liability എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാധ്യതയും ഉണ്ടാവില്ല. ഓവർ സ്റ്റോക്കിംഗ് ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ, ലോസ് ഓഫ് മെറ്റീരിയൽ എക്സെട്രാ, ആൻഡ് ഇറ്റ് റിലീസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. ഇൻവെന്ററി നിയന്ത്രണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബാധ്യതയൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് അധികമായിട്ടുള്ള അല്ലെ ഓവർ സ്റ്റോക്കിംഗ്, അധിക സംഭരണം, മെറ്റീരിയൽസിന്റെ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ, ലോസ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ നഷ്ടപ്പെടുന്നത് അല്ലെ, തുടങ്ങിയ ധാരാളം പ്രവർത്തന മൂലധനം ഉണ്ടാക്കുന്നു. ദെൻ അടുത്ത സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അത് ചോദിക്കുന്നതാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്താ? ഓക്കെ, എന്താ പറയാ? ഈസ് ദ സ്റ്റോക്ക് kept to provide uncertainties in consuming rate or lead time of the material. മെറ്റീരിയലിന്റെ ഉപയോഗത്തിലോ കൺസ്യൂമിങ്, അതിന്റെ ഉപഭോഗത്തിലോ അത് നമുക്ക് ലഭ്യമാക്കാൻ എടുക്കുന്ന സമയം, അതാണല്ലോ ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ നമുക്ക് ലഭ്യമാക്കാൻ എടുക്കുന്ന സമയം, ലീഡ് സമയത്തിലോ നമുക്ക് ഒരു അനിശ്ചിതത്വം നൽകാൻ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോക്കാണ് റിസർവ് സ്റ്റോക്ക്. നമ്മൾ എന്താ റിസർവ് ചെയ്യാൻ കേട്ടിട്ടില്ലേ? മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആ സ്റ്റോക്ക് വെക്കുക. അപ്പൊ നമുക്ക് എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്താ ആ ടൈം കുറയ്ക്കാൻ പറ്റും. ലീഡ് ടൈം, നമുക്ക് മെറ്റീരിയൽ ലഭ്യമാക്കാനുള്ള ലീഡ് ടൈം ഒക്കെ കുറയ്ക്കാൻ പറ്റും. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈസ് എ സ്റ്റോക്ക് kept to provide uncertainties in consuming rate or lead time of the material. മെറ്റീരിയലില് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ലീഡ് ടൈം, അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അനിശ്ചിതത്വം അല്ലെ, മെറ്റീരിയലിന്റെ ഉപഭോഗത്തിലോ അല്ലെങ്കിൽ ലീഡ് സമയത്തിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും അനിശ്ചിതത്വം നൽകാൻ സൂക്ഷിക്കുന്ന സ്റ്റോക്കാണ്. ആ ഒരു സെന്റൻസ് മാത്രം അതിലൊന്ന് നോട്ട് ചെയ്തിട്ടേക്ക് കേട്ടോ. ഇനി അടുത്ത് നോക്കിയ റീ ഓർഡർ ലെവൽ or reorder point is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from the stock out. എന്താ പറഞ്ഞ reorder point അല്ലെങ്കിൽ reorder level എന്നുള്ളത് എന്താണ്? എന്തെങ്കിലും സാമ്പത്തിക അളവിലുള്ള ഏതെങ്കിലും ഇനത്തിന്റെ ഒരു സ്റ്റോക്ക് ലെവലാണ്. സ്റ്റോക്ക് level of any item in economic order quantity terms. അതുകൊണ്ട് ഈ ഒരു ഓർഡർ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓർഡറിലേക്ക് നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനാകും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതിൽ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ, ഇൻവെന്ററി കൺട്രോൾ എന്താണെന്നുള്ളതും പിന്നെ ആ റിസർവ് സ്റ്റോക്ക് എന്നുള്ളതും നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതില് ഇനി നോക്കിയേ, ജസ്റ്റ് അതിനകത്തുള്ളത് കൊണ്ട് ഞാനൊന്ന് വായിച്ചു എന്നേ ഉള്ളൂ. അത് നമുക്ക് എന്താ പറയാ, അത്ര അങ്ങോട്ട്
എന്താ സെന്റൻസ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ലാതെ. ഇനി അടുത്തത്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇമ്പോർട്ടന്റ് തന്നെ എഴുതിയിടുക കേട്ടോ. ഇതിന് ഏതെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. ഓർഡർ, പല തരത്തിലുള്ള ഓർഡറുകൾ, നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് പല തരത്തിലുള്ള ഓർഡർ കൊടുക്കാം. ഏതൊക്കെയാണ്? സൈക്ലിക്കൽ ആൻഡ് ഓർഡർ സിസ്റ്റം. ഒന്ന് ശരിയാക്കിയത്, സൈക്ലിക്കൽ ഓർഡർ എന്നാട്ടോ. ഓർഡർ, ORDER, ഓർഡർ സിസ്റ്റം, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. രണ്ടാമത്തെയാണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. തേർഡ് വൺ ടു ബിൻ സിസ്റ്റം. കിട്ടിയോ? ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഓർഡർ? ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഓർഡർ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു ബിൻ സിസ്റ്റം. എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ദിസ് സിസ്റ്റം ഈസ് എ ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ ഓഫ് ദ പീരിയോഡിക് റിവ്യൂ ഓഫ് സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ. ഫിക്സ്ഡ് ഇന്റർവെല്ലാണ്, അതായത് ഓരോ ആഴ്ചയോ അല്ലെങ്കിൽ ഓരോ മാസത്തിലോ, 2 ആഴ്ച കൂടുമ്പോൾ, 2 മാസത്തിൽ കൂടുമ്പോൾ, അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് നമ്മളത് ഓർഡർ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? The system is the fixed interval order of a periodic review of the system. ഈ ഒരു സിസ്റ്റം ആനുകാലിക അവലോകന സംവിധാനത്തിന്റെ എങ്ങനെയാണ്? ഒരു ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ. ഓക്കെ, അത്രയൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അതില് ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ, ഫിക്സ്ഡ് ഇന്റർവൽ, നിശ്ചിതമായിട്ടുള്ള ആ ടൈമിലാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഇനി ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓർഡർ, പേരിന്ന് അറിയാലോ. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി സ്ഥിരമായിരിക്കും അല്ലെ. എപ്പോഴും ഇപ്പൊ നമ്മൾ ഒരു 50 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണം എല്ലാ ടൈമിലും ആ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ദ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. പക്ഷെ നോക്കിയേ, ക്വാണ്ടിറ്റി സെയിം ആണ്, ഫിക്സ്ഡ് ആണ്, പക്ഷെ ഇന്റർവെൽ പല സമയത്തായിരിക്കും. ആദ്യത്തെ ചിലപ്പോൾ ഒരാഴ്ചക്ക് കൂടുമ്പോൾ കൊടുക്കും, പിന്നെ വേണേൽ 1 മാസം കൂടുമ്പോഴായിരിക്കും. അങ്ങനെ ആ ഇന്റർവെല്ല് ഡിഫറെന്റ് ആണ്, പക്ഷെ ക്വാണ്ടിറ്റി സെയിം ആണ്. സെയിം ആണ്, എല്ലാ പ്രാവശ്യവും സെയിം ക്വാണ്ടിറ്റി ആണ് അവിടെ ഓർഡർ ചെയ്യുന്നത്. രണ്ടിന്റെ ഡിഫറൻസ് ക്ലിയർ ആയോ? എങ്ങനെ പറഞ്ഞേക്കുന്നേ? ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ. ഐഡന്റിഫൈ ചെയ്യാലോ അല്ലേ? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്ന് തന്നെ തരുമ്പോ അറിയാം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റിയിൽ പക്ഷെ പല ഇന്റർവെല്ലിലാണ് ഓർഡർ കൊടുക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ടു ബിൻ സിസ്റ്റം. ടു ബിൻ സിസ്റ്റം. When the items cannot be measured on the basis of any pre-agreed value or terms. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എന്തെങ്കിലും വാല്യൂ, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലോ നമുക്ക് ഓർഡർ വിൽ ബി പ്ലേസ്ഡ്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർഡർ കൊടുക്കാൻ പറ്റാത്തപ്പോൾ, മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ എങ്ങനെയാണ്? ദ ഓർഡർ വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കൽ റീസണിംഗ് ആഫ്റ്റർ എൻക്വയറിംഗ് ദ വോളിയം കണ്ടെയ്ൻഡ് ഇൻ ദ ബോക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? പ്രീ അഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ ടേംസ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനങ്ങള് അളക്കാൻ മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ എങ്ങനെയായിരിക്കും? എന്തിനെ അടിസ്ഥാനമാക്കിയ? ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കൽ റീസണിംഗ് ആഫ്റ്റർ എൻക്വയറിംഗ് ദ വോളിയം കണ്ടെയ്ൻഡ് ഇൻ ദ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിലുള്ള വോളിയം അന്വേഷിച്ചതിന് ശേഷം ന്യായമായ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ നൽകും. എക്സാമ്പിള്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഗോസ്. ഗോസ് എന്ന് പറഞ്ഞ എന്താ? നെയ്തെടുത്തത് അല്ലെ, നെയ്തെടുത്ത മാസ്കുകള്, ഗോസുകള്, നെയ്തെടുക്കുന്ന സാധനങ്ങള്. ഇതൊക്കെ എങ്ങനെ നമ്മൾ എന്തിന്റെ ബേസിലാ? ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കൽ റീസണിംഗ് ആഫ്റ്റർ എൻക്വയറിംഗ് ദ വോളിയം കണ്ടെയ്ൻഡ് ഇൻ ദ ബോക്സസ് അല്ലെ. ആ ബോക്സിലുള്ള വോളിയം അന്വേഷിച്ചതിന് ശേഷം നമ്മുടെ അത് പരിശോധന ശേഷം നമ്മുടെ യുക്തിപരമായിട്ടുള്ള ന്യായവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഡർ കൊടുക്കും. 3 എണ്ണം കിട്ടിയോ? അത് ക്ലിയർ ആയോ? ഇത് വളരെ വ്യക്തമാക്കി വെക്കാം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് ഏത് ഓർഡർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ആ സെന്റൻസ് തന്നിട്ട് ഏതിൽ വരുന്നതാണ്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റിയിലാണോ, സൈക്ലിക് ഓർഡർ സിസ്റ്റത്തിലാണോ, ടു ബിൻ സിസ്റ്റത്തിലാണോ വരുന്നതെന്ന് ക്ലിയർ ആവുന്നുണ്ടോ? അത് ക്ലിയർ ആണ് അല്ലെ?
ഇനി മൂന്നാമത്തെ ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാലോ. ബി ഒന്നുകൂടി പറയണം. അപ്പൊ എയും ഒന്നുകൂടി പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലില് ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽസ് ഒരു കൃത്യമായ ഇടവേളയിലാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഓർഡർ ചെയ്യും. മെറ്റീരിയൽസ് 2 ആഴ്ച കൂടുമ്പോഴും ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ. അങ്ങനെ ഒരു എങ്ങനെയാ, ഒരു ഫിക്സ്ഡ് ഇന്റർവെൽ ആയിരിക്കും. അല്ലാതെ ആദ്യം ഒരാഴ്ച കൂടി ഓർഡർ ചെയ്തു, പിന്നെ 2 ആഴ്ച, പിന്നെ 1 മാസം, അങ്ങനെയല്ല. അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് ഓർഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്താണെന്നുള്ളത്? ഫിക്സ്ഡ് ഇന്റർവെൽ. അത്ര ഓർത്ത് വെക്കുക കേട്ടോ. ഓർഡർ എപ്പോഴും ഒരു നിശ്ചിതമായിട്ടുള്ള ഇന്റർവെൽ, പീരിയോഡിക് റിവ്യൂ അല്ലെ, ഒരു നിശ്ചിതമായിട്ടുള്ള ഇന്റർവെല്ലിനനുസരിച്ചാണ് അല്ലെ ഓർഡർ കൊടുക്കുന്നത്. ഇനി നോക്കിയ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. പേരിന്ന് അറിയാലോ, ക്വാണ്ടിറ്റി ഫിക്സ് ആയിരിക്കും. അതാണ് ആ ക്വാണ്ടിറ്റി. നമ്മൾ ഓർഡർ ചെയ്യുന്ന അളവില്ലേ, അത് ഫിക്സ്ഡ് ആയിരിക്കും, അത് മാറൂല എപ്പോഴും. ഇപ്പൊ ഒരു 50 എത്ര എക്യുപ്മെന്റ്സ് ക്വാണ്ടിറ്റി നമ്മൾ എണ്ണം ആണെങ്കിൽ ഇപ്പൊ 50 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണം, അങ്ങനെ അത് കറക്റ്റ് ക്വാണ്ടിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ഓർഡർ കൊടുക്കുന്നത് എങ്ങനെയാ? ഡിഫറെന്റ് ഇന്റർവെൽസ്, പല ടൈമിലായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. മനസ്സിലായോ? The system is based on ordering fixed quantities at a different interval. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ക്യൂബിക് സിസ്റ്റം ആണ്. അപ്പൊ അവിടെ എങ്ങനെയാണ്, നമ്മള് എന്തെങ്കിലും പ്രീ എഗ്രീഡ് വാല്യൂ ഓർ ടേംസ് ഉണ്ടോ, നമ്മള് ഈ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എന്തെങ്കിലും മൂല്യത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ നിബന്ധനകളുടെ അടിസ്ഥാനത്തില് നമുക്ക് ഓരോ ഇനങ്ങളെ, ഐറ്റത്തിനെ മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോഴും, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ടേംസ്, എന്തെങ്കിലും നിബന്ധനകളുടെ അടിസ്ഥാനത്തില് നമുക്ക് ഈ ഐറ്റം മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ് അല്ലെ, നമ്മുടെ ഒരു ലോജിക്കൽ റീസണിങ്, എന്തിനു ശേഷം നമ്മൾ ആ ബോക്സിന്റെ ഉള്ളില്, ബോക്സില് അടങ്ങിയിരിച്ചിട്ടുള്ള വോളിയം പരിശോധന വാദത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഡർ കൊടുക്കും. അതാണ് എക്സാമ്പിൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഹോസ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാ, അതിന്റെ വോളിയം, അതിന്റെ ബോക്സിലുള്ള വോളിയം അന്വേഷിച്ചതിന് ശേഷം നമ്മുടെ ഒരു രീതിക്ക് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഓർഡർ കൊടുക്കും. Okay, this order will be placed on the basis of logical reasoning after inquiring the volume containing boxes. അപ്പൊ അത് 3 ഓർഡർ സിസ്റ്റം മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ചോദിക്കാറുണ്ട് കേട്ടോ, ടിക്കറ്റ് വെച്ചോട്ടോ. അതൊന്നും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്, പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഏതൊക്കെയാണ് നോക്കിയ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ബൾക്ക് സ്റ്റോറേജ്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബൾക്കായിട്ട് പറഞ്ഞൊരു ഗ്രൂപ്പ് അല്ലെ, ഒരു കൂട്ടമായിട്ട്, ഒരു കൂമ്പാരമായിട്ട് അല്ലെ സ്റ്റോർ ചെയ്യുക. അതാണ് ബൾക്ക് സ്റ്റോറേജ്. പ്രിന്റിംഗ് സ്റ്റേഷനറി, പ്രിന്റിംഗ് ഐറ്റം, സ്റ്റേഷനറി ഐറ്റം, ഇതൊക്കെ ഒരു ബൾക്കായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഷെൽഫ് സ്റ്റോറേജ്, ഷെൽഫുകളില് സ്റ്റോർ ചെയ്യുന്നു. ബിൻ സ്റ്റോറേജ്, ബിന്നുകളില്, ചെറിയ ബിന്നുകളില്. ഇപ്പൊ നമുക്ക് ചില നെറ്റ്, ബോൾട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇല്ലേ, ബോക്സസ്, നമുക്ക് അങ്ങനെ ചെറിയൊരു ബോക്സില് എക്യുപ്മെന്റ്സിന്റെ ഓരോ ഭാഗങ്ങൾ, പാർട്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെയാ? ബിൻ സ്റ്റോറേജ് ആണ്. അതായത് ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പൺ ബിന്നുകളായിരിക്കും, അതിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, സാങ്കേതിക പരിസ്ഥിതി സംഭരണം. ഏതെങ്കിലും എക്സാമ്പിള്, അത് എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഫ്രിഡ്ജ്, ചില മെഡിസിൻസ്, സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ടാവും. പുറമെ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവും, അങ്ങനെയുള്ളതില്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് സ്റ്റോർ ചെയ്യുന്നത്? ഒരു പ്രത്യേക എൻവയോൺമെന്റ്, ഒരു പ്രത്യേക പരിസ്ഥിതിയിലാണ് അല്ലെ, അന്തരീക്ഷത്തിലാണ് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. തണുപ്പ് വേണം, അതാണ് എൻവയോൺമെന്റ്, അത് സ്റ്റോർ ചെയ്യാൻ. എക്സാമ്പിൾ അവിടെ ഫ്രിഡ്ജ് എന്ന് കൊടുത്തേണ്ട, അപ്പൊ പിന്നെ ക്ലിയർ അല്ലേ. പിന്നെ അടുത്തതൊക്കെ ഇവാപറേറ്റ് ലിക്വിഡ് സ്റ്റോറേജ്. ഇവാപറേറ്റ് വെച്ചാൽ ലിക്വിഡ്സ് തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇവാപറേറ്റ് ചെയ്ത് പോകില്ലേ. എക്സാമ്പിളോട് കൊടുത്തതിന്റെ സ്പിരിറ്റ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അതേ രീതിയിൽ സ്റ്റോർ ചെയ്യണം.
പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, മെർക്കുറി, സിഡെക്സ് പോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് അതേ രീതിയിലുള്ള കെയർ കൊടുത്തിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. സിഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഈ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അതായത് ബ്രാൻഡ് നെയിം ആണ്. ഹൈ ലെവൽ ഡിസിൻഫെക്റ്റന്റിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഡിസിൻഫെക്റ്റന്റിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡേഞ്ചറസ് അല്ലേ ഡിസിൻഫെക്റ്റന്റ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസുകൾ, മെർക്കുറി തുടങ്ങിയ മെറ്റീരിയൽസ് അതിൻ്റെതായ ശ്രദ്ധ കൊടുത്ത് വേണം സ്റ്റോർ ചെയ്യാൻ. പിന്നെ വോളറ്റൈൽ, അസ്ഥിരമായിട്ടുള്ളത്, അതായത് ഈസി ഇവാപറേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ ഈസി ഇവാപറേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെ അതേ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. സാധാരണ താപനിലയിൽ അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസ് അതേ രീതിയിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഉണ്ട്. പേരുകളൊന്ന് പറഞ്ഞതിന്റെ ഒപ്പം: ബൾക്ക് സ്റ്റോറേജ്, ഷെൽഫ് സ്റ്റോറേജ്, ബിൻ സ്റ്റോറേജ്, ടെക്നിക്കൽ environment storage, evaporate liquid storage, then dangerous material storage. എക്സാമ്പിൾ ആണ് അതിന് ഓർത്തേക്കണം കേട്ടോ. മെർക്കുറി, സിഡെക്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വോളറ്റൈല്, വോളറ്റൈല് അതായത് ഈസി ഇവാപറേറ്റ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ എളുപ്പത്തിൽ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. കിട്ടിയില്ലേ പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഏതൊക്കെയാന്നുള്ളത്? ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ടൈപ്പ് ഓഫ് സ്റ്റോറുകൾ. മാറിപ്പോകരുത് കേട്ടോ, സ്റ്റോറേജും സ്റ്റോറുകളും മാറിപ്പോകരുത്. ഓക്കെ, പലതരത്തിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെയാണ്? ഡ്രഗ്സ് വെക്കാൻ മരുന്നുകളുടെ സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറുകൾ ഉണ്ട് അല്ലെ. ഡ്രഗ് സ്റ്റോർസ്, ഡ്രഗ് സ്റ്റോർ, മരുന്നുകൾ വെക്കുന്ന സ്റ്റോർ. സർജിക്കൽ സ്റ്റോർ, സർജിക്കൽ ഐറ്റംസ് കീപ്പ് ചെയ്യുന്ന സ്റ്റോർ. അനസ്തെറ്റിക് സ്റ്റോർ, അനസ്തേഷ്യ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. കിച്ചൺ സ്റ്റോർ, കിച്ചൺ ഏതാ ഡയറ്ററിയിൽ പഠിച്ചില്ലേ നമ്മള്, അങ്ങനെയുള്ള ഉപകരണങ്ങള് സാധനങ്ങളൊക്കെ അത് സ്റ്റോർ ചെയ്യുന്നത്. ലിനൻ സ്റ്റോർ, ലിനൻ ലിനൻ എന്ന് പറഞ്ഞ ലോണ്ട്രി ആൻഡ് ലിനൻ നിങ്ങൾക്ക് ഏതാണ് 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ. ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതെന്താ അലക്കല് കഴുകല് ഒക്കെ ഇല്ലേ, തുണികളൊക്കെ നീച്ചാക്കുന്നത്, ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ, അതൊക്കെയാണ് അതിനകത്ത് തന്നെ. അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ ലിനൻ എന്ന് പറഞ്ഞ തുണിയാട്ടോ. അങ്ങനെയുള്ള തുണികളൊക്കെ സ്റ്റോർ ചെയ്യുന്നതുണ്ട്. ജനറൽ സ്റ്റോർസ്, ജനറൽ സ്റ്റേഷനറി, ക്ലോത്തിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ജനറൽ ആയിട്ടുള്ള സ്റ്റോറുകളും ഉണ്ട്. ഏതൊക്കെയാണ് പേരൊന്ന് പറഞ്ഞേ, എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു വെക്കോ. ഡ്രഗ് സ്റ്റോർസ്, സർജിക്കൽ സ്റ്റോർസ്, അനസ്തെറ്റിക് സ്റ്റോർസ്, കിച്ചൺ സ്റ്റോർസ്, ലിനൻ സ്റ്റോർസ്, ജനറൽ സ്റ്റോർസ്. ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു ഇന്ന് എടുക്കുന്നത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പലതരത്തിലുള്ള ഓർഡർ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഇമ്പോർട്ടന്റ് ആണ്, ടൈപ്പ് ഓഫ് സ്റ്റോർസും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കിയേ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നോക്കിയേ, സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോർ. ഈ സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങള്, ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ് ആർ. കണ്ടോ, സ്റ്റോറുകളുടെ സാഹചര്യമാണ് പറയുന്നത്. സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർസ്, സ്റ്റോറുകളുടെ സാഹചര്യം. അതിന്റെ സബ് ഹെഡിങ് എന്താ? ഫാക്ടേഴ്സ്. എന്തൊക്കെ ഘടകങ്ങളാണ്? ഡിറ്റർമിൻ ദ ലൊക്കേഷൻ. ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ, അത് ലൊക്കേഷൻ എന്നാണ്, സ്ഥാനം. ഫാക്ടർ ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ് ആർ. സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് നോക്കിയേ. ക്ലോസർനെസ് ടു ദ യൂസർ, യൂസറുമായിട്ടുള്ള അടുപ്പം. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ആ മെറ്റീരിയൽസ് വേണ്ടേ, അതിനടുത്തായിരിക്കും ആ സ്റ്റോറുകൾ വെക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് ഡ്രഗ് സ്റ്റോർസ് പറഞ്ഞു. അതെവിടെയായിരിക്കും ഏറ്റവും അനുയോജ്യം? എവിടെ വെക്കായിരിക്കും? എവിടെ വെക്കായിരിക്കും ഡ്രഗ് സ്റ്റോർസ്? എവിടെ കൊണ്ടുവന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം? അനുയോജ്യമായ പൊസിഷൻ എവിടെയായിരിക്കും? ഇവിടെ ഉണ്ടോന്ന് അറിയട്ടെ. കുറച്ചു പേരെയൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനില് എന്താ നിങ്ങളുടെ വീഡിയോ കാണാനില്ലല്ലോ, അവിടെ ഉണ്ടോ ആൾക്കാർ നോക്കട്ടെ. എവിടെയായിരിക്കണം നമുക്ക്?
ഒന്നാമത്തെ പറഞ്ഞാൽ നമ്മൾ യൂസർ അത് ഉപയോഗിക്കുന്ന ഓക്കെ വെരി ഗുഡ്. എവിടെയാണ്? ഫാർമസിയോട് ചേർന്ന് ഡ്രഗ് സ്റ്റോഴ്സ് വയ്ക്കാനൊക്കെ എളുപ്പം അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫാർമസിയിലേക്ക് മരുന്നുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമല്ലേ? അതേപോലെ അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ക്ലോസർനെസ് ടു ദ യൂസർ, യൂസറുമായിട്ടുള്ള അടുപ്പം. അപ്പൊ ആ മെറ്റീരിയൽസ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അതിനോട് ചേർന്നായിരിക്കണം അതിന്റെ സ്റ്റോർ. ഇപ്പൊ ലിനൻ സ്റ്റോർ എവിടെയായിരിക്കണം? ലോണ്ട്രി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് വെക്കുകയല്ല അഭികാമ്യം. മനസ്സിലായില്ലേ ഒന്നാമത്തെ പോയിന്റ്? ഇനി അടുത്ത് നോക്കിയ ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും വേണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങള് അതിനുള്ള ഒരു സൗകര്യവും കൂടി വേണം. ഫ്യൂച്ചർ ഗ്രോത്തും കൂടി നമ്മൾ കാണണം. ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ, ഭാവി വളർച്ച അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ വൈവിധ്യ വൽക്കരണ നടപടികള്, അതിനുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കണം. പിന്നെ അടുത്തേക്ക് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്. ഇനി എവിടെയാ? വെഹിക്കിളിന്റെ അവൈലബിലിറ്റി, ലഭ്യത നോക്കണ്ടേ? സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വാഹനങ്ങളിലല്ല കൊണ്ടുവരുന്നത്. അപ്പൊ വാഹനങ്ങളുടെ ലഭ്യത നോക്കണം, നമ്മള് അവൈലബിലിറ്റി നോക്കണം. ദെൻ പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തതിന്റെ പോയിന്റ് ആണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അൺലോഡ് ചെയ്യാനുള്ള അത് വേണം. ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്, മതിയായി തിരിയാനുള്ള സ്ഥലം വേണം, ടേണിംഗ് സ്പേസ് വേണം. ദെൻ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അപ്പൊ പിന്നെ അടുത്ത ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അതുമായിട്ട് നമ്മൾ അത്രയും എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റോറുകളുടെ സ്ഥാനാട്ടോ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെ അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരത്തായിരിക്കണം. പിന്നെ സേഫ്റ്റി നോക്കണം. പിന്നെ അടുത്ത ഇൻഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ എന്താ ജ്വലിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പ്രത്യേകം നമ്മൾ സ്റ്റോർ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറിന്റെ സ്ഥാനം, ഇതൊക്കെ വെച്ചിട്ട് വേണം ഒരു സ്റ്റോറിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ. അപ്പൊ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? യൂസറുമായിട്ടുള്ള അടുപ്പം വേണം. പിന്നെ ഫ്യൂച്ചറിൽ ഗ്രോത്ത്, ഭാവി വളർച്ച അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയറിന്റെ ഇത് വേണം. വെഹിക്കിളിന്റെ അവൈലബിലിറ്റി നോക്കണം. പാർക്കിംഗ് ആൻഡ് അൺലോഡിംഗ് നോക്കണം. അഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്, മതിയായി തിരിയാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെയുള്ള ടേണിംഗ് സ്പേസ് വേണം. പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അപ്പൊ അത് എന്ന് വെച്ചാൽ അതുമായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് അവിടെ നോക്കണം. പിന്നെ സേഫ്റ്റി നോക്കണം എല്ലാവർക്കും. അപ്പൊ അത് സ്റ്റോർ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെയുള്ള അവർക്കുടെ സേഫ്റ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻഫ്ലെയിമബിൾ, കത്തുപിടിക്കുന്ന രീതിയിലുള്ള ജ്വലിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, അപ്പൊ അതെന്തെങ്കിലും ഒക്കെ അടുത്തുണ്ടോ, അപ്പൊ അതും കൂടി നോക്കിയിട്ടാണ് ഈ സ്റ്റോറുകളുടെ സ്ഥാനം വെക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി ഇതും ചോദിക്കും, ഡോക്യുമെന്റ്സ് ആൻഡ് റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. എല്ലാ എക്സാമിനും തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട. ഏതൊക്കെ റെക്കോർഡുകൾ നമുക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ്, റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമുക്ക് ഈ സ്റ്റോറുകളിൽ കീപ്പ് ചെയ്യാം, അതാണ് ഡോക്യുമെന്റ്സ് ആൻഡ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. ഓക്കെ, ഏതൊക്കെ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യണം, അവിടെ ഏതൊക്കെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ഫസ്റ്റത്തെ ആണ് സ്റ്റോർ മാനുവൽ. അത് പേരൊന്ന് നോക്കട്ടോ. സ്റ്റോർ മാനുവല്, purchase requisition, purchase plan, purchase order, delivery chellan, goods received notes, good retained note, materials requisition note, big card, storage ledgers and dead stock register. ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ റെക്കോർഡും സൂക്ഷിക്കണം. ഇത് നന്നായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? നന്നായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് സ്റ്റോർ മാനുവൽ? പെട്ടെന്ന് ഒന്ന് പറയാം കേട്ടോ. സ്റ്റോർ മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ, ആ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടി നമ്മളുടെ ജീവനക്കാരും ആ പർച്ചേസ് ആ സപ്ലയറും തമ്മിൽ അവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗനിർദ്ദേശമാണ് സ്റ്റോർ മാനുവൽസ്. മാനുവൽസ് നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ നമുക്കത് എന്തൊക്കെ രീതിയിൽ ചെയ്യണം, അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഒരു ബുക്ക് തരൂലേ, അല്ലേ?
ആ കാര്യങ്ങളൊക്കെ അടങ്ങിയത് അത് സ്റ്റോർ മാനുവൽ. ഗൈഡ് ലൈൻ ആട്ടോ. നമുക്കത് യൂസിങ് മാനുവൽ, നമുക്കത് എന്താ പറയാ, ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ, കാര്യങ്ങള്, പാർട്സുകൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരിതാണ് സ്റ്റോർ മാനുവൽ. അത് വേണം. പിന്നെ പർച്ചേസ് റിക്വസിഷൻ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞത്, അതിന് പറയുന്നില്ല, പേര് മാത്രം നോക്കിയാൽ മതി. ഒരു പർച്ചേസ് റിക്വസിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് വേണം, പർച്ചേസ് പ്ലാൻ വേണം, പർച്ചേസ് ഓർഡർ, ഡെലിവറി ചെല്ലാൻ. അടുത്തത് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ചെല്ലാൻ കേട്ടിട്ടില്ലേ? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെ, ഒരു ഔപചാരിക രേഖയാണ് നമുക്ക് ചെല്ലാൻ, ഡെലിവറി ചെല്ലാൻ. പിന്നെ ഗുഡ് റിസീവ്ഡ് നോട്ട്സ്, അതായത് നമുക്ക് വാങ്ങിയ ശേഷം നമുക്കത് വിൽക്കുന്ന ആള് തിരിച്ചു തരുന്ന സാധനമാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയതാട്ടോ. നൽകേണ്ട സാധനങ്ങളെ കുറിച്ചുള്ള നിശ്ചിതമായ വിവരങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു ഫോമാണ് ഗുഡ് റിസീവ് ചെയ്യുക, സ്വീകരിക്കുക, ഗുഡ് റിസീവ്ഡ് നോട്ട്സ് എന്ന് പറയുന്നത്. വിതരണക്കാരിൽ നിന്ന് ലഭിച്ച സാധനങ്ങളുടെ രേഖ. വെറുതെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ഒന്നും നോക്കണമെന്നില്ല. എന്താണ്? സപ്ലയറിൽ നിന്ന് നമുക്ക് ലഭിച്ച സാധനങ്ങളുടെ ഡീറ്റെയിൽ. റിസീവ് ചെയ്യാതെ സ്വീകരിക്കുക അല്ലെ, നമ്മൾ റിസീവ് ചെയ്ത സാധനങ്ങളുടെ ഡീറ്റെയിൽ. പിന്നെ ഗുഡ് റിട്ടേൺ നോട്ട്, റിട്ടേൺ ചെയ്ത മടക്കി തന്ന അല്ലെ സാധനങ്ങളുടെ എന്താ തിരികെ നൽകുന്നത്. സപ്ലൈസ് നമുക്ക് വാങ്ങിയ ശേഷം നമ്മൾ കൺസ്യൂമേഴ്സിന് തിരിച്ചു നൽകുന്ന വിവരങ്ങള്, സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇതാണ് ഏതെന്ന് പറയുന്നത് ഗുഡ് റിട്ടേൺ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയലുകൾ അഭ്യർത്ഥിക്കാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന രേഖ, മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖ. പിന്നെ അടുത്ത ബിൻ കാർഡുകള്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ അത് സെയിൽസിലൊക്കെ സ്റ്റോക്ക് റൂമുകളിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന റെക്കോർഡ് സൂക്ഷിക്കുന്ന രേഖയാണ്. സ്റ്റോക്ക് റൂമുകളിൽ ആവശ്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കുന്ന രേഖയാണ് ബിൻ കാർഡുകള്. ഇനി അടുത്തതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ സംഭരിച്ചിരിക്കുന്ന വസ്തുക്കള്, അതിന്റെ മാനുവലാണ്, അതിന്റെ ഒരു കമ്പ്യൂട്ടർ റെക്കോർഡാണ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് കീപ്പ് ചെയ്യുന്നത് അതിന്റെ ഒരു റെക്കോർഡ്. ആൻഡ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ലേ, സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുള്ള സാധനങ്ങൾ, അതിന്റെ ലിസ്റ്റ്. ഏതൊക്കെയാണ് നമുക്ക് ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്തത്, അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും റെക്കോർഡ്സും നമ്മൾ സൂക്ഷിക്കണം, സ്റ്റോറുകളിൽ സൂക്ഷിക്കണം. കിട്ടിയോ? പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ, വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സ്റ്റോർ മാനുവല്, പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് പ്ലാൻ, പർച്ചേസ് ഓർഡർ, ഡെലിവറി ചെല്ലാൻ, ഗുഡ് റിസീവ്ഡ് നോട്ട്, ഗുഡ് റിട്ടേൺസ് നോട്ട്, മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്, ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജേഴ്സ് ആൻഡ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെ, അപ്പൊ അതിനകത്ത് അതും നോട്ട് ചെയ്തോ കേട്ടോ, ഏതൊക്കെയാണുള്ളത് പേരുകളും നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത സെക്ഷൻ സ്റ്റോർ വേരിയേഷൻ. സ്റ്റോറിൽ എങ്ങനെ നമുക്ക് വേരിയേഷൻ വരാം? എങ്ങനെ വേരിയേഷൻ വരാം? നമ്മൾ സ്റ്റോർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് വേരിയേഷൻ വരാം? എങ്ങനെയൊക്കെ വരാം നോക്കിയേ. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്, തെറ്റായിട്ടുള്ള പ്രവേശനം മൂലം. ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് അധികാരമില്ലാത്ത ആളുകള് അല്ലെ, അവർക്കുടെ ആവശ്യമില്ലാത്ത ഒരു പ്രവേശനം മൂലം നമുക്ക് സ്റ്റോറിൽ വേരിയേഷൻ വരാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സ്റ്റോർ വേരിയേഷൻ നടക്കുന്നത് നോട്ട് ചെയ്തോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സെക്ഷനിൽ വരാം, ഏതൊക്കെ രീതിയിൽ വരാം? ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്, തെറ്റായിട്ടുള്ള പ്രവേശനം മൂലം. ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ, ഷോർട്ടേജ് ക്ഷാമം അല്ലെങ്കിൽ ഓവർ ഇഷ്യൂ അമിതമായിട്ടുള്ള പ്രശ്നം മൂലം സ്റ്റോർ വേരിയേഷൻ വരാം. കെപ്റ്റ് ഇൻ റോങ് ബിൻ, തെറ്റായ ബിന്നുകളിൽ സൂക്ഷിക്കുന്നത് വഴി. ഇപ്പൊ നമ്മൾ സ്പിരിറ്റ് സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന സാധനല്ലേ, അപ്പൊ അതേ രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം അല്ലെ. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പൊ അങ്ങനെ അത് വേറെ സ്ഥലത്ത് വെച്ചാൽ നമുക്കത് എന്താ സ്റ്റോറിൽ കുറെ ഡാമേജ് ആയി പോകാം. നമുക്ക് അങ്ങനെ സ്റ്റോറിൽ വേരിയേഷൻ വരാം. കെപ്റ്റ് ഇൻ റോങ് ബിൻ,
സ്റ്റോറിംഗ് തെറ്റായ ബിന്നുകളിൽ സൂക്ഷിക്കുന്നത് വഴി. പിൽഫറേജ് പിന്നെന്താ? പിൽഫറേജ് എന്താ? മോഷണം വഴി അല്ലെ? ഇനി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചോണ്ട് പോകാം, അങ്ങനെ വരാം. ഇവാപറേഷൻ നടന്നു പോകാം, വേസ്റ്റേജ് ആയി പോകാം. അപ്പൊ ഈ രീതിയിലൂടെ എല്ലാം നമുക്ക് സ്റ്റോർസില് വേരിയേഷൻ വരാം. ഏതൊക്കെയാണ് നോക്കിയേ? Due to wrong entry, shortage or over issues, kept in wrong bin, pilferage, evaporation and waste ആയി പോവാം. ഇനി അവിടെ ഒരു ചെറിയ സെന്റൻസ് ഉണ്ട്. പിൽഫറേജ് എന്താണ്? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ, വളരെ വില കുറഞ്ഞ വസ്തുക്കള്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്, വളരെ വില കുറഞ്ഞ വസ്തുക്കൾ മോഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. സ്റ്റോർ വേരിയേഷൻസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ അടുത്തത് പറഞ്ഞത് പിൽഫറേജ്, ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ, വില കുറഞ്ഞ വസ്തുക്കൾ മോഷ്ടിക്കുന്ന പ്രവൃത്തി, അതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ വേരിയേഷൻസ് ഇതിന്റെ കാരണങ്ങൾ പെട്ടെന്ന് നോക്കി. ക്ലിയർ ആണോ? സോറി, ക്ലിയർ ആണോ നോക്കട്ടോ. എന്തൊക്കെ കാരണം കൊണ്ട് സ്റ്റോർ വേരിയേഷൻസ് വരാം? ക്ലിയർ ആണോ? ആൻസി, ശ്രുതി, അസിയ, അശ്വതി, ഷഹന. ഓക്കെ, ഞാനിവിടെ സ്ക്രീനിൽ കണ്ട പേര് വിളിച്ചതാട്ടോ. ശ്രുതി, എല്ലാവരും ഇല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വലിയ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വലിച്ചു വാരിയുള്ളതൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് തന്നേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഒബ്ജക്റ്റീവ് സ്റ്റോക്ക് വേരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാ നമ്മൾ സ്റ്റോക്ക് വേരിഫിക്കേഷൻ നടത്തുന്നത്? സ്റ്റോക്ക് വേരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? സ്റ്റോക്ക് പരിശോധനയുടെ ലക്ഷ്യം അക്കൗണ്ടബിലിറ്റി, എന്താ? ഒരു ഉത്തരവാദിത്തം അല്ലെ? നമുക്കിപ്പോ സ്റ്റോക്ക് വേരിയേഷൻ, സ്റ്റോക്ക് വെരിഫൈ ചെയ്യണം, അത് എന്താ? ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്, അവർക്കുടെ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വമാണ്. അതിന്റെ ഭാഗമാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളത്. അപ്പൊ അവർക്കുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആക്യുറസി, അതിന്റെ കൃത്യത ഉറപ്പാക്കാൻ സ്റ്റോക്ക് വേരിഫിക്കേഷൻ നടത്തുന്നത് എന്താ? ഇടയ്ക്കിടയ്ക്ക് വേരിഫിക്കേഷൻ നടത്തിയാലേ സ്റ്റോക്കിന്റെ കറക്റ്റ് സ്റ്റോക്ക് ഉണ്ടോ അല്ലെ, എന്തെങ്കിലും അതിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ, മോഷ്ടിച്ചു പോയിട്ടുണ്ടോ, വേസ്റ്റേജ് ആയി പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ കൃത്യത നിലനിർത്താൻ ആക്യുറസി, കൃത്യത. Then observing of theft and pilferage, മോഷണം, തെഫ്റ്റ്, മോഷണോ, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ വസ്തുക്കൾ മോഷ്ടിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. എക്സാമിനിങ് ഓഫ് സിസ്റ്റം, സിസ്റ്റത്തിന്റെ പരിശോധന. റിവ്യൂ ഓഫ് ദ സേഫ്റ്റി, സുരക്ഷയുടെ അവലോകനം. ഇതെല്ലാം സ്റ്റോക്ക് വേരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെ തന്നെ തരാട്ടോ. ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യണ ഏതെന്ന്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. അക്കൗണ്ടബിലിറ്റി, accuracy, observing of theft and pilferage, examining of system, ആ സിസ്റ്റത്തെ തന്നെ പരിശോധിക്കാൻ, ആ സ്റ്റോക്ക് തന്നെ പരിശോധിക്കാൻ. then review of the safety, സുരക്ഷയുടെ അവലോകനം. ക്ലിയർ ആയോ നോക്കിയേ? സുരക്ഷയുടെ അവലോകനം. ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത, കൃത്യത ഉറപ്പാക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വെരിഫിക്കേഷൻ നടക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ ആ ഒരു സ്റ്റോക്കിന്റെ കൃത്യത ഉറപ്പിക്കാൻ പറ്റും അല്ലെ? കണക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് വെക്കാൻ പറ്റും. ആക്യുറസി, കൃത്യത. ഒരു ഉത്തരവാദിത്തം, രണ്ടാമത്തെ കൃത്യത, തെഫ്റ്റ് അല്ലെങ്കിൽ പിൽഫറേജ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്, സിസ്റ്റത്തെ മൊത്തത്തിലുള്ള വിശകലനം പരിശോധിക്കാനായിട്ട്, സുരക്ഷയുടെ അവലോകനം, സുരക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്താം. അതിന്റെ ലക്ഷ്യങ്ങളാണ്. ക്ലിയർ ആയോ?
ഇനി അടുത്തതാണ് കോഡിഫിക്കേഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓർ ആൽഫബറ്റ്സ്. അവിടെ ഓരോ ഐറ്റത്തിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വെച്ചിട്ട്. ഒരു നമ്പറിലാണ്. ഇപ്പൊ നമ്മുടെ പേരിലല്ലേ നമ്മൾ അറിയുന്നേ, അല്ലെ? അപ്പൊ എന്താ പറയാ, അതിനെപോലെ ഒരു നമ്പർ വെച്ചിട്ട്, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എന്ന് പറയാം. അത് ഫുള്ള് വേണ്ട, ചില ലെറ്റേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം സർജിക്കൽ ഐറ്റം. അതിനെ അവര് സർജിക്കൽ ഐറ്റം നീട്ടി വലിച്ചെഴുതൂല. അതിന് പകരം ആൽഫബറ്റിക് കോഡിഫിക്കേഷൻ ആണ് അവർ ഉപയോഗിക്കുന്നത്. എങ്ങനെ എഴുതാം? ആദ്യത്തെ 3 ലെറ്റർ മാത്രം SUR എന്ന് കണ്ടാൽ നമ്മൾ എന്ത് വായിക്കണം? സർജിക്കൽ ഐറ്റം ആണെന്ന് മനസ്സിലാക്കണം. കൃത്യാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? അപ്പോ ഒരു ഐറ്റത്തെ നമ്മൾ ഒരു നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓഫ് ഓർ ആൽഫബറ്റ്സ്. നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ വെച്ചിട്ട് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ്, ആ പ്രോസസ് ആണ് കോഡിഫിക്കേഷൻ. ക്ലിയർ ആയോ? അത് എന്തിനു വേണ്ടിയാ അപ്പൊ നമ്മൾ കോഡിഫിക്കേഷൻ ചെയ്യണേ? അല്ലെ? നമുക്ക് എന്താണ്, നമുക്ക് സമയമൊക്കെ ലാഭിക്കാം, അല്ലെ? ഫുള്ളായിട്ട് നമുക്ക് റെക്കോർഡുകൾ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കോഡ് ഓരോന്നിന്റെ, നിങ്ങൾ ഈ ഇതൊക്കെ പഠിക്കല്ലേ? ടെർമിനോളജി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചില്ലേ? അവിടെ അബ്രിവേഷൻസ് കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചില്ലേ അതിനകത്ത്, അല്ലെ? അതെന്തിനാ അബ്രിവേറ്റഡ് ഫോം എന്നൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഒക്കെ എന്തിനാ നമുക്ക് ഫുള്ളായിട്ട് എഴുതുന്നതിന്റെ സമയം നമുക്ക് ലാഭിക്കാൻ, അല്ലെ? അത് ഫുള്ള് വാരി വലിച്ച് എഴുതട്ടെ. അതിനെ കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ട് ആ ഐറ്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടതാണ്. അധികം മിസ്റ്റേക്കുകൾ വരാതെ, അല്ലെ? അധികം മിസ്റ്റേക്ക് വരാതെ റിപ്പീറ്റ് എഴുതുന്നത്, നമുക്കത് വലിയ സെന്റൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് എഴുതാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയാ അങ്ങനെ നമ്മള് നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ വെച്ചിട്ട് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് പറഞ്ഞു ചോദിക്കാം, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് ഐറ്റം ബൈ എ നമ്പർ ഓഫ് ആൽഫബറ്റ്, അങ്ങനെ ചോദിക്കാം. അതിന് ആൻസർ എഴുതിയെഴുതും നമ്മള് കോഡിഫിക്കേഷൻ എന്ന് എഴുതണം. The digit of which shows the group. ഇനി ആ ഡിജിറ്റ് എന്തിനെ കാണിക്കുന്നേ? Which shows the group, ഗ്രൂപ്പിനെ. The subgroup, സബ് ഗ്രൂപ്പ്. ഇതിന് പിന്നെ അതുപോലെ എന്താ? ടൈപ്പ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം. ആ ഐറ്റം ഏത് ടൈപ്പ് ഐറ്റം ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? വ്യാപ്തി, എത്രത്തോളം വ്യാപ്തി ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ആ ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് ടൈപ്പാണ്, ഏത് ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പ്, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റത്തിന്റെ വ്യാപ്തി, ഇതെല്ലാം എന്താ ചെയ്യുന്നു? നമുക്ക് കാണിക്കാൻ പറ്റുന്നു ഈ രീതിയിലൂടെ, കോഡിഫിക്കേഷനിലൂടെ. അതിനകത്ത് കോഡിഫിക്കേഷൻ സിസ്റ്റം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിച്ചോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ഇവിടെ എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയോ? ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം, കണ്ടോ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തരും നമുക്ക്. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ സ്റ്റോർസ്, അങ്ങനെ ചോദിക്കാം. സ്റ്റോറിലെ ഗ്രൂപ്പ് നമ്പർ, നമ്മുടെ ഇതിന് നമ്പറാണ് നമ്മൾ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് പല ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പൊ കോഡിഫിക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ പല രീതിയിൽ നമുക്ക് പറയാം. എത്രണ്ണാണ്? 6 ടൈപ്പ് പഠിക്കാനുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പൊ അതില് എല്ലാം കൃത്യമാക്കി മനസ്സിലാക്കി വെക്കാം. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ഫസ്റ്റത്തെ ആട്ടോ. എന്താണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അപ്പൊ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ന്യൂമറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമറൽ? നമ്പർ, അല്ലെ?
നമ്പർ അല്ലേ? അപ്പൊ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്പർ ഉപയോഗിച്ച് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ്? ഏതിലാണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. പേരിൽ തന്നെ അറിയാലോ, ഇനി പ്രത്യേകം പഠിക്കണോ? പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമ്പർ. ഓക്കെ, നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കി. എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട കേട്ടോ. എക്സാമിന് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റം ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. നോക്കി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അവരൊരു എക്സാമ്പിൾ തന്നേക്കുന്നതാണ് 099. അതെന്തിനെ കാണിക്കുന്നതാണ്? സർജിക്കൽ ഐറ്റം. അപ്പൊ അവിടെ സർജിക്കൽ ഐറ്റം എന്ന് എഴുതണ്ട, അതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കും. 099 എന്ന് എഴുതും. അപ്പൊ അത് പഠിക്കണ്ടേ അല്ലേ? അത് അറിയാവുന്നവർക്കല്ലേ അത് വായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 099 എന്ന് വായിക്കും. അതെന്താണ് ശരിക്കും? എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സർജിക്കൽ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ നമ്പർ വെച്ചിട്ടാണ് അവിടെ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയാണ് ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. അപ്പൊ അവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. അപ്പൊ ഏതിന്ന് അറിയാലോ? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ആൽഫബറ്റ്സ്. വെരി ഗുഡ്, അശ്വതിയുടെ മെസ്സേജ് ഇട്ടു. എന്താണ്? ആൽഫബറ്റ്സ് ആണ് അവിടെ ഈ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കണ്ടോ? ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാന്ന് ഇവിടെ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ? ഓപ്ഷൻസ്: ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ഡെസിമൽ സിസ്റ്റം, കൊഡാക് സിസ്റ്റം. കണ്ടോ? അങ്ങനെ ഓപ്ഷൻസ് തരും. രണ്ടാമത്തെയും ക്ലിയർ ആയല്ലേ? ആൽഫബറ്റ്സ് ആണ് ഇവിടെ ഒരു ഐറ്റത്തെ, ഒരു മെറ്റീരിയലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നോക്കി, ഫുള്ള് വേണ്ട, ആൽഫബറ്റ്സ് ഫുള്ള് വേണ്ട. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് കണ്ടോ? ഫസ്റ്റ് 3 ലെറ്റർ മാത്രം മതി. ഫോർ എക്സാമ്പിൾ SUR. ആർ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. SUR 3 ലെറ്റർ അല്ല പറഞ്ഞത്. ആദ്യത്തെ 3 ലെറ്റർ ആണ് SUR. അപ്പൊ അതെന്തിനായിരിക്കും? വേർഡ് ഏതിനെ റെപ്രസെന്റ് ചെയ്യാനാ? ഏത് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? SUR എന്ന് പറഞ്ഞാൽ സർജിക്കൽ. ഓക്കെ, വെരി ഗുഡ്. സർജിക്കൽ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എത്ര വേണം? എത്ര ആൽഫബറ്റ്സ് എഴുതണം? ആദ്യത്തെ 3 ലെറ്റർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ ശ്രുതിയുടെ പേര് നമുക്ക് എങ്ങനെ പറയാം? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് SUR എന്ന് എഴുതിയ പോരെ? ശ്രുതിന്ന് വായിക്കണം കേട്ടോ. അപ്പന് മനസ്സിലായില്ലേ? 3 ലെറ്റർ മാത്രം മതി. ആദ്യത്തെ 3 ലെറ്റർ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ ആദ്യത്തെ 3 ലെറ്റർ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ മെറ്റീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കണ്ടോ? ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ കോഡിഫൈ ചെയ്യാൻ ആൽഫബറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് ആദ്യത്തെ 3 ലെറ്റർ ആയിരിക്കും. SU എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഒരു ആറും കൂടി അവിടെ എഴുതി വെച്ചോ. 3 ലെറ്റർ വേണ്ടേ? ആദ്യത്തെ 3 ലെറ്റർ എന്നാ പറഞ്ഞേക്കണേ. SUR. എന്നിട്ട് അതെന്തിനാണ്? സർജിക്കൽ. എക്സാമ്പിൾ ചോദിക്കാറില്ല കേട്ടോ. അതിനകത്ത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണോ ചോദിക്കാം. SUR. ഇനി അടുത്ത് നോക്കിയ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. പേരിന്ന് അറിയാം. അപ്പൊ എന്തുണ്ടാവും അവിടെ? കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറൽസ്. നമ്പേഴ്സ്. ആൽഫബറ്റിന്റെയും നമ്പറിന്റെയും കൂടി ഈ കോമ്പിനേഷൻ ആണ്, ഒരു സംയോജനമാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. അപ്പൊ രണ്ടും ഉണ്ടാവും അത്. കണ്ടോ? യൂസ് ആൽഫബറ്റ്സ് ടു ഷോ ദ മെയിൻ ഗ്രൂപ്പ് ആൻഡ് നമ്പേഴ്സ് ഫോർ ദ സബ് ഗ്രൂപ്പ് വൈസ് വേഴ്സ. നോക്കിയേ, ആൽഫബറ്റ് മെയിൻ ഗ്രൂപ്പിനെയും നമ്പേഴ്സ് സബ് ഗ്രൂപ്പിനെയും കാണിക്കുന്നു. കണ്ടോ? ആൽഫബറ്റ്സിന്റെയും നമ്പറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിന് എക്സാമ്പിള് ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ വെറുതെ പറയാട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ട് ABC 1 2 3. കണ്ടോ? അങ്ങനെ. അപ്പൊ അതായത് രണ്ടിന്റെ കോമ്പിനേഷൻ ആണ്. ആൽഫബറ്റും ഉണ്ടാവും. ABC എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്, നമ്പർ ഉണ്ടാവും അതിന്റെ പുറത്ത് വാല്യൂ പോലെ 1 2 3. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതിന് എക്സാമ്പിളാ? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റത്തിന് എക്സാമ്പിളാ. മനസ്സിലായോ? ആൽഫബറ്റും നമ്പറും ഉണ്ടായിരിക്കും. അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ. ഇനി
ആൽഫബറ്റ്, മെയിൻ ഗ്രൂപ്പ്, നമ്പേഴ്സ്, സബ് ഗ്രൂപ്പ്. ഇനി ഡെസിമൽ സിസ്റ്റം നാലാമത്തെ. അപ്പൊ എന്തായിരിക്കും അവിടെ ഉപയോഗിക്കണേ? എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ഡെസിമല് അല്ലെ? പോയിന്റ് ഇട്ടുള്ള നമ്പർ അല്ലെ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഡെസിമൽ ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയവിടെ 50.1432 കണ്ടോ? അത് എന്താ ഐറ്റാന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ ഒരു ഡെസിമൽ ആയിരിക്കും ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡെസിമൽ സിസ്റ്റത്തില് ഡെസിമൽ ആയിരിക്കും ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് കൊഡാക് സിസ്റ്റം. അഞ്ചാമത്തെ കേട്ടോ. കൊഡാക് സിസ്റ്റത്തിൽ നോക്കിയേ, യൂസിങ് 10 ഡിജിറ്റ്. മാറിപ്പോരുത് കേട്ടോ. 10 ഡിജിറ്റ് 10 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ 10 ഡിജിറ്റ് ഉപയോഗിക്കുന്നത് ഏത് കോഡിഫിക്കേഷനിലാണ്? കൊഡാക് സിസ്റ്റത്തിലാണ്. ഏതാണ്? കൊഡാക് സിസ്റ്റം. കണ്ടോ? Okay, this is better to use in surgical department. ഇതെവിടെ ഏറ്റവും ബെറ്റർ ആയിട്ട്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റില്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 10 ഡിജിറ്റ് വെച്ചുള്ള നമ്പേഴ്സ് കൊടുക്കാം, ഡെസിമല കൊടുക്കാം. 10 ഡിജിറ്റ്, അതിനകത്ത് ഡിജിറ്റുകൾ നോക്കിയാൽ മതി. 10 ഡിജിറ്റ് ആയിരിക്കും ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മാറിപ്പോരുത് കേട്ടോ. കൊഡാക് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. അടുത്താണ് ലാസ്റ്റത്തെ ബ്രിഡ്ജ് സിസ്റ്റം. ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസിങ് 7 ഡിജിറ്റ്. 7 ഡിജിറ്റ് ആയിരിക്കും അവിടെ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. യൂസിങ് 7 ഡിജിറ്റ്സ് ടു റെപ്രസെന്റ് എ സ്പെസിഫിക് ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 7 ഡിജിറ്റ് ഉപയോഗിക്കുന്നത്. 7 ഡിജിറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. എന്തിന് ബേസ് ചെയ്താ? ന്യൂമറിക്കൽ സിസ്റ്റത്തിന് ബേസ് ചെയ്താണ്. പോയിന്റ് നോക്കിയേ, 1.02.00.00. അതെന്തിനെ കാണിക്കുന്നതാണ്? ഏതായിട്ട്? അത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. കണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അവിടെ 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ 6 എണ്ണം നമുക്ക് പഠിക്കാണ്ട്. ക്ലിയർ ആയില്ലേ? യെസ്. എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് നമ്പർ, ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തിൽ ആൽഫബറ്റ് ആണ് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റത്തില് ആൽഫബറ്റും നമ്പറും രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഡെസിമൽ സിസ്റ്റത്തില് അവിടെ ഡെസിമൽ ആണ് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൊഡാക് സിസ്റ്റത്തിലായിക്കോട്ടെ 10 ഡിജിറ്റ് ആണ്. 10 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജ് സിസ്റ്റത്തില് 7 ഡിജിറ്റ്, 7 ഡിജിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. താഴെ നോക്കി അതൊന്നും പഠിക്കണ്ട കേട്ടോ. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറൊന്നുമില്ല. 1.02.01.00 ഏതാണ്? ബ്ലഡ് ഗ്യാസ് അനലൈസർ. ബ്ലഡ് ഗ്യാസ് അനലൈസറിനെ കാണിക്കണം. BGA എന്നുണ്ട് കേട്ടോ. അനലൈസറിന്റെ എന്നും കൂടി അവിടെ ഉണ്ട്. അതിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ. ബ്ലഡ് ഗ്യാസ് അനലൈസർ 1.02.01.01 മോഡേൺ BGA3. Then 1.02.02.00 Bowles apparatus, painted model, anesthetic machine. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നു കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അതിൽ ആ 10 ഡിജിറ്റും 7 ഡിജിറ്റും മാറരുത് കേട്ടോ. 10 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഡാക്ക് ക്യാമറ ഇല്ലേ, അത് ഓർത്ത് വെച്ചാൽ 10 ഡിജിറ്റ് കൊഡാക്ക്. ബ്രിഡ്ജ് സിസ്റ്റം അത് 7 ഡിജിറ്റ് ആണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞ 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാം ഇമ്പോർട്ടന്റ് ഉള്ള സെക്ഷൻ ആട്ടോ. അത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, അത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചു പോയുള്ളൂ കേട്ടോ. ഇൻവെന്ററി കൺട്രോൾ എന്താന്നുള്ളതൊന്ന് നോക്കി വെക്കുക. പർച്ചേസിങ് അല്ലെങ്കിൽ സ്റ്റോറിങ് എക്സ്പെൻസ് മിനിമം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് റിസർവ് സ്റ്റോക്ക് എന്താണ് എന്ന് പറഞ്ഞു.
അല്ലെ? എന്താണ്? is the stock kept to provide uncertainties in consuming rate or lead time of the material. മെറ്റീരിയൽ ലീഡ് ടൈമിലോ അല്ലെങ്കിൽ കൺസ്യൂമിംഗ് റേറ്റിലോ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം നൽകാൻ വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സ്റ്റോക്ക്, റിസർവ് കണ്ടോ, റിസർവ് ചെയ്യാണ്, അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്നും പറയും. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് കൈൻഡ്സ് ഓഫ് ഓർഡർ, 3 തരത്തിലുള്ള ഓർഡർ പറഞ്ഞു. സൈക്ലിക് ഓർഡർ സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു-പിൻ സിസ്റ്റം. അത് ഇമ്പോർട്ടന്റ് ആണ്, പലതരത്തിലുള്ള ഓർഡർ ചോദിക്കാം. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജുകൾ ചോദിക്കാം, പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഏതാണ്. പിന്നെ അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ ആണ്, മാറിപ്പോരുത് കേട്ടോ, സ്റ്റോറേജും സ്റ്റോറും മാറരുത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറുകൾ ഏതൊക്കെയാ? ഡ്രഗ് സ്റ്റോറുകൾ ഉണ്ട്, സർജിക്കൽ ഐറ്റം സ്റ്റോറുകൾ ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോറുകൾ ഉണ്ട്, കിച്ചൺ സ്റ്റോർ ഉണ്ട്, ലിനൻ സ്റ്റോർ ഉണ്ട്, ജനറൽ സ്റ്റോർ ഉണ്ട്. പിന്നെ അടുത്തത് സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർ, സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഏതൊക്കെയാണ്, അത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഘടകങ്ങളാണ്. പിന്നെ അടുത്ത് പറഞ്ഞത് ഏതാണ്? ഡോക്യുമെന്റ് ആൻഡ് റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ, സ്റ്റോറുകളിൽ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അത് ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, ഒരുപാടുണ്ട്. അതിൽ തന്നെ ഒരു വലിയ ചാപ്റ്റർ, അത് ഒരുപാട് വാരി വലിച്ച് പഠിക്കണ്ട. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഏകദേശം നമുക്ക് ഒരു 5 ക്വസ്റ്റിന് വേണ്ടിയാണ് ഇത്രയും നമ്മൾ പഠിക്കുന്നത്, ആ ഒരു ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി, അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട്. ഇപ്പൊ തന്നെ നമുക്കൊരു 8 ക്ലാസ് കൊണ്ടായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരുള്ളൂ, അത്രയും ലെങ്തി ചാപ്റ്റർ ആണ്. അതാണ് ഇനിയും എക്സ്ട്രാ വാരി വലിച്ച് അങ്ങനെ പറയാത്തത്. ഏതൊക്കെയാണ് സ്റ്റോർ, അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സ്, റെക്കോർഡ് ഡോക്യുമെന്റ്സ് ഏതാണെന്നുള്ളത് നോക്കണം. പിന്നെ അടുത്തത് നമുക്ക് സ്റ്റോർ വേരിയേഷൻസ്, എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് സ്റ്റോർ വേരിയേഷൻസ് വരാം. പിന്നെ അവിടെ ഒരു പോയിന്റ്, പിൽഫറേജ് എന്താണെന്ന് ചോദിക്കാം. ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ, ചെറിയ വിലയുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നതാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് കോഡിഫിക്കേഷൻ, എന്താണ് കോഡിഫിക്കേഷൻ, ആ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ പല കോഡിഫിക്കേഷൻ സിസ്റ്റം 6 എണ്ണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഇനി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവണ്ടല്ലോ. യെസ്. ഇനി നമുക്ക് ഒരു ചാപ്റ്റർ ക്ലാസ് കൊണ്ട് തീരില്ല, ഏതായാലും ബാക്കിയത് നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി നാളെ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ഈ പലതരത്തിലുള്ള അനലൈസിസ് ആണ് വരുന്നത്, ABC അനാലിസിസ്, അതൊക്കെ എളുപ്പം പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. 1-2 മിനിറ്റ് നേരത്തെ നിർത്തിയതാണ്. ഓക്കെ ബൈ. ഇനി പുതിയ ഇതിലേക്ക് തുടങ്ങണം കേട്ടോ. ഓക്കെ ബൈ.